എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും ഈ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാര്യവും. ആദ്യത്തെ സിനിമ ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ മാസം 20 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഹെവി വയലൻസ് ഒരു സിനിമ കൂടിയാണല്ലോ മാർക്കോ. ഹനീഫ് അദീനയുടെ സംവിധാനത്തിൽ ഉണ്ണിമൂന്നിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വൻ തരംഗമായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണ് മാർക്കോ. നിലവിൽ ഇപ്പോൾ കേരളത്തിനേക്കാൾ മികച്ച കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്നാണ്. അതോടൊപ്പം ഇന്നലെ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ചിത്രം റിലീസായിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ 13 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 13 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 36 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നലെ മാത്രം ചിത്രം 1 കോടി 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ചിത്രം റിലീസിനെത്തിയിരുന്നത്. ഇപ്പോൾ ഇത് തെലുങ്ക് സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആദ്യ ദിനം 1 കോടി 25 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ തെലുങ്ക് സംസ്ഥാനങ്ങളിലെ ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. കർണാടകം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ മാത്രം 35 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആകെ 13 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 76 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 100 കോടിയിലേക്ക് കൊതിക്കുന്ന മാർക്കോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ മാസം 25 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ലാലേട്ടൻ സംവിധാനം ചെയ്ത് 3D ഫോർമാറ്റിൽ മലയാളത്തിലെ ഏറ്റവും പുതിയ പാരന്റൽ സിനിമയാണല്ലോ ബാറോസ്. നിലവിൽ 8 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ബാറോസ് എന്ന സിനിമയുടെ 8ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ കേരള ബോക്സ് ഓഫീസിൽ 8 ദിവസം കൊണ്ട് ചിത്രം 9 കോടി 80 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 10 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അതേസമയം ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് ഭാരതം സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 16 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ AR എന്ന സിനിമയ്ക്ക് ശേഷം ടോവിനോ തോമസ് നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് ഐഡന്റിറ്റി. ചിത്രം ജനുവരി മാസം 2 ഇന്നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസായിട്ട് എത്തിയിരിക്കുന്നത്. മികച്ച ക്വാളിറ്റിയിൽ മികച്ച മേക്കിങ്ങോടെ ചിത്രത്തിന്റെ ട്രെയിലറെല്ലാം തന്നെ മുൻപ് പുറത്തിറങ്ങിയിരുന്നു. അതിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇന്ന് ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഐഡന്റിറ്റി എന്ന സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2 കോടി 3 കോടി റേഞ്ചിൽ ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.